നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ 4900 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നാളെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ചോളചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിൽ 450 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ. ബോംബെ ഹൈക്കോടതിക്കെതിരെ വീണ്ടും CPM രാഷ്ട്രീയ നിറം ചാർത്തി വിദ്വേഷ പ്രചാരണം. പ്രതിഷേധിക്കാൻ പൊളിറ്റ് ബ്യൂറോ ആഹ്വാനം. നീക്കം ഹമാസ് അനുകൂല പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ CPMന്റെ ഗാസ പ്രേമത്തിന് മുന്നിൽ മറ്റ് താൽപര്യങ്ങളെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. ആശമാരോട് പറഞ്ഞ വാക്ക് പാലിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശമാരുടെ ഇൻസെന്റീവ് ഇരട്ടിയോളം കൂട്ടി 3500 ആക്കി. വിരമിക്കൽ ആനുകൂല്യം 50,000 ആക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ ആശമാരുടെ വേതനത്തിൽ പിണറായി സർക്കാരിനെ പൊളിച്ചടുക്കി കണക്കുകൾ. മഹാരാഷ്ട്രയിലും സിക്കിമിലും 10,000 വീതം. ലോക നേതാക്കളെ പിന്നിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡെമോക്രാറ്റിക് അപ്രൂവൽ റേറ്റിംഗിൽ വീണ്ടും ഒന്നാമത്. കുതിപ്പ് 75% റേറ്റിംഗ് സ്വന്തമാക്കി. കാർഗിൽ വിജയ് ദിവസ് ആചരിച്ച് ഭാരതം. ഐതിഹാസിക വിജയത്തിന്റെ 26ാം ആണ്ട്. ധീരയോദ്ധാക്കളെ സ്മരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഡൽഹി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ച് പ്രതിരോധ മന്ത്രിയും സൈനിക തലവന്മാരും. ഇറാനിൽ കോടതി സമുച്ചയത്തിൽ ഭീകരാക്രമണം. 8 പേർ കൊല്ലപ്പെട്ടു. ഭീകരർ വെടിയുതിർത്തത് ജഡ്ജിയുടെ ചേംബറിലേക്ക് ഇരച്ചു കയറി. വിശദമായ വാർത്തയിലേക്ക്. കാർഗിൽ കുന്നുകളിലെ വിജയ ദിവസത്തിന് 26 വയസ്സ്. മാതൃരാജ്യത്തിനായി അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ച ഭാരതത്തിന്റെ ധീര യോദ്ധാക്കളുടെ ചരിത്രം കൂടിയാണ് കാർഗിൽ യുദ്ധം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 527 സൈനികർ ഭാരതാംബയ്ക്കായി ജീവൻ നൽകി. പിറന്ന മണ്ണിനെ കാവലാളായ ചരിത്രം. കാർഗിൽ വിജയ ദിവസം മാത്രമല്ല, ജീവന്റെ തുടിപ്പുള്ള കാലം വരെ ഒരു രാജ്യസ്നേഹിക്കും മറക്കാൻ കഴിയില്ല ആ ധീര സൈനികരെ. ക്യാപ്റ്റൻ സൗരവ് കാലിയ തുടങ്ങിവെച്ച ബലിദാനം വെറുതെയായില്ല. പാകിസ്ഥാൻ ചതിയന്മാർ പിടിച്ചെടുത്ത ഭാരതാംബയുടെ മണ്ണ് വീണ്ടെടുക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടത് 527 യോദ്ധാക്കളെ. ഇഞ്ചിഞ്ചായ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ജീവശവമാക്കിയിട്ടും അവർ പിറന്ന മണ്ണിനെ ഒറ്റിയില്ല. കക്സർ സെക്ടറിലെ ബജ്റംഗ് പോസ്റ്റിൽ തുടങ്ങിയ പാക് ക്രൂരതകൾക്ക് ഭാരതത്തിന് മാപ്പ് നൽകാനുമായില്ല. വർദ്ധിത ഊർജത്തോടെ തിരിച്ചടിച്ച നമ്മൾക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളെയാണ്. പിന്നീട് രണഭൂമിയിൽ വന്നവർ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. രാജ്യം പരമവീരചക്ര നൽകി ആദരിച്ച ക്യാപ്റ്റൻ വിക്രം ബത്ര, ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്, ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെ, മഹാവീരചക്ര ലഫ്റ്റനന്റ് ബൽവാൻ സിംഗ്, മേജർ രാജേഷ് സിംഗ് അധികാരി,
റൈഫിൾമാൻ സഞ്ജയ് കുമാർ ഉൾപ്പെടെ ജീവൻ നൽകിയവർ നിരവധി. കാലം എത്ര കടന്നുപോയാലും മറക്കില്ല രാജ്യം ഈ ധീരരെ. ജനം, ഡൽഹി. കാർഗിൽ വിജയ് ദിനത്തിൽ ധീരയോദ്ധാക്കളെ സ്മരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വീരമൃത്യു വരിച്ച സൈനികർക്ക് രാഷ്ട്രപതി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സൈനികരുടെ ദൃഢനിശ്ചയവും ധൈര്യവുമാണ് ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നതെന്ന് രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. രാഷ്ട്രത്തിനായുള്ള ധീര സൈനികരുടെ സമർപ്പണവും ത്യാഗവും ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. കാർഗിൽ ധീരയോദ്ധാക്കളെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാതൃരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവർ എല്ലാ തലമുറകൾക്കും പ്രചോദനമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭാരതമാതാവിന്റെ ധീരപുത്രന്മാരെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സുദിനമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കാർഗിൽ യുദ്ധവിജയ സ്മരണയിലാണ് രാജ്യമെങ്ങും. മാതൃഭൂമിക്കായി ജീവൻ നൽകിയവരെ ഓർമ്മിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാർഗിൽ വിജയ് ദിവസ് ഭാരതമാതാവിന്റെ ധീരപുത്രന്മാരുടെ വീരത്തെ ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി. കാർഗിൽ വാർ മെമ്മോറിയൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ഡൽഹിയിൽ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിൽ മാതൃഭൂമിക്കായി ജീവൻ നൽകിയ സൈനികരെ ഓർമ്മിക്കുന്നതായും സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടത്തിന്റെയും വിജയമാണ് രാജ്യം നേടിയതെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദേശത്തിൽ അറിയിച്ചു. ഭാരതമാതാവിന്റെ ധീരപുത്രന്മാരുടെ സമാനതകളില്ലാത്ത വീര്യവും ധൈര്യവും ഓർമ്മിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. കാർഗിലിൽ ദ്രാസ് യുദ്ധസ്മാരകത്തിൽ നടന്ന പരിപാടിയിലും പദയാത്രയിലും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത്, ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ത്യാഗം ചെയ്ത ധീരന്മാർക്ക് രാജ്യം ഒരുമിച്ച് നിന്ന് ആദരവർപ്പിക്കുകയാണെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുമ്പോഴും സൈനികരുടെ ത്യാഗം രാജ്യവും പുതുതലമുറയും ഓർമ്മിക്കുമെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. वीर जवानों की शौर्य गाथा को याद करने का अवसर है। आज का अवसर कि मेरे देश के युवा साथियों को हमारे देश के जवानों से प्रेरणा लेकर राष्ट्र के प्रति अपना समर्पण भाव व्यक्त करने का अवसर है. ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപം യുദ്ധസ്മാരകത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം സമർപ്പിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കരസേന ഉപമേധാവി, വ്യോമ നാവികസേനാ മേധാവിമാരും യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ സ്മരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടന്നു. ജനം, ഡൽഹി. പാകിസ്ഥാന്റെ ഭീരുത്വമാണ് പഹൽഗാമിൽ കണ്ടതെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെയും ഭീകരരെയും പാഠം പഠിപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിൽ യോദ്ധാക്കളുടെ വീരത്തെ ഓർമ്മിക്കുന്നതായും ദ്രാസിൽ യുദ്ധസ്മാരകത്തിലെ പരിപാടിക്ക് ശേഷം കരസേനാ മേധാവി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച യോദ്ധാക്കളുടെ വീര്യവും ദൃഢനിശ്ചയവും എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. പാകിസ്ഥാന്റെ ചതിക്കുമേൽ ഐതിഹാസിക വിജയമാണ് ഭാരതം നേടിയത്. പഹൽഗാമിലും പാകിസ്ഥാന്റെ ഭീരുത്വമാണ് കാണാനായത്. എന്നാൽ സൈന്യം ധൈര്യത്തോടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകി. പാകിസ്ഥാനും ഭീകരർക്കും ഒരിക്കലും മറക്കാത്ത തിരിച്ചടിയാണ് നൽകിയത്. രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭാവിയിലും ഉചിതമായ മറുപടി നൽകുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. ऑपरेशन सिंदूर के दौरान भी भारतीय सेना ने उसी अदम्य साहस और दृढ़ संकल्प के साथ पाकिस्तान से समर्थित टेररिस्ट इंफ्रास्ट्रक्चर को निशाना बनाया और पाकिस्तान की अन्य आक्रामक कार्रवाइयों को प्रभावशाली ढंग से विफल करते हुए एक निर्णायक जीत हासिल की. जो भी शक्तियां भारत की संप्रभुता, अखंडता या जनता को क्षति पहुंचाने की योजना बना रही हैं, उन्हें करारा जवाब दिया जाएगा और आगे भी दिया जाएगा.
അതിർത്തി സംരക്ഷിക്കുന്നതിനും ശത്രുക്കളെ നേരിടാനും സൈന്യം അത്യാധുനിക യുദ്ധോപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി പൂർണ്ണ സജ്ജമാണ്. ലഡാക്ക് ഉൾപ്പെടെ അതിർത്തി പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് സൈന്യം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനം, ഡൽഹി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ 4900 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നാളെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജയന്തി ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിൽ 450 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പ്രധാന സേവകരെ സ്വീകരിക്കാൻ തമിഴകം എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞ്? നിരവധി വികസന പദ്ധതികൾക്ക് തന്നെയാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, വൻ വികസന പദ്ധതികൾക്കാണ് ഇന്നും നാളെയുമായി പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകുന്നേരത്തോടെ, ഇന്ന് രാത്രിയോടെ തൂത്തുക്കുടിയിലെത്തുന്ന പ്രധാനമന്ത്രി തൂത്തുക്കുടി വിമാനത്താവളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 450 കോടി രൂപയുടെ വിശാലമായ നവീകരണ പ്രവർത്തനങ്ങളാണ് തൂത്തുക്കുടി വിമാനത്താവളത്തിൽ നടന്നിരിക്കുന്നത്. തൂത്തുക്കുടി വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് അവിടെയുള്ള ലൈറ്റുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന LED ലൈറ്റുകളാണ്. അതായത് കുറഞ്ഞ വൈദ്യുത ഉപഭോഗം ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ള, വരും കാലത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ള ആധുനിക എയർപോർട്ടായാണ് തൂത്തുക്കുടി എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലിൻ്റെ ഉദ്ഘാടനം നടക്കുക. അതിനുശേഷമായിരിക്കും നാളെ നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചടങ്ങുള്ളത്. രാജേന്ദ്ര ചോള ഒന്നാം രാജാവിൻ്റെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ, ആടിത്തിരുവാതിര ഉത്സവത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നതാണ് മറ്റൊരു ഏറ്റവും സുപ്രധാനമായ ഘടകവും. അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതും സാംസ്കാരിക പ്രാധാന്യവുമുള്ള ഒരു പരിപാടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതുപോലെ തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, തൂത്തുക്കുടി വിമാനത്താവളത്തിൻ്റെ വികസനം, അതുപോലെ തന്നെ ചിദംബരനാർ പോർട്ടിൻ്റെ വികസനത്തിലുൾപ്പെടെ ചിദംബരനാർ പോർട്ടിൻ്റെ പുതിയൊരു ബർത്തിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ റെയിൽവേ ലൈനുകളുടെയും ദേശീയപാതയുടെ വികസനമെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നമുക്കറിയാവുന്നതാണ്, ഗംഗൈക്കൊണ്ട ചോളൻ എന്ന് പറയുന്ന 1014 മുതൽ 1044 വരെ ജീവിച്ചിരുന്ന രാജേന്ദ്ര ചോളൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും മികച്ച വിഷണറിയായ ഒരു ദാർശനികനായിരുന്ന ഒരു രാജാവിൻ്റെ ജന്മദിനാഘോഷമാണ് 27-ാം തീയതി അല്ലെങ്കിൽ നാളെ നടക്കുക. അതിൻ്റെ ഭാഗമാവുകയാണ് പ്രധാനമന്ത്രി പ്രധാനമായും എടുത്തു പറയേണ്ടത്. ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് അദ്ദേഹം പങ്കാളിയാകുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് 5000 കോടി രൂപയോളം പദ്ധതികളാണ്, മുടക്കുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുക. റെയിൽവേ ലൈനുകളുടെ ഇരട്ടിപ്പിക്കലുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതയുടെ വികസനത്തിന് ശേഷമുള്ള തുറന്നു കൊടുക്കുന്ന പരിപാടികളുണ്ട്. അത്തരത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള റെയിൽവേ ലൈനിൻ്റെ പുരോഗമനാത്മകമായ ജോലികളുടെ എല്ലാം തന്നെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ തന്നെ ഏതാണ്ട് 5000 കോടി രൂപയോളം അടുത്ത് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് എത്തുന്ന, അതായത് തൂത്തുക്കുടിയിലെത്തുന്ന പ്രധാനമന്ത്രി നാളെ ഈ പരിപാടികളിലെല്ലാം പങ്കെടുത്ത്, അതായത് ആടിത്തിരുവാതിര ഈ പദ്ധതി പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുത്തതിന് ശേഷമായിരിക്കും തിരിച്ചു പോവുക. ഡെമോക്രാറ്റിക് അപ്രൂവൽ റേറ്റിംഗിൽ ലോക നേതാക്കളെ പിന്തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒന്നാമത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ് ഇന്റലിജൻസ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ടാണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. 75% സ്കോർ സ്വന്തമാക്കിയാണ് പ്രധാനമന്ത്രി ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ പിന്തള്ളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനം നിലനിർത്തിയത്. 75% വോട്ടുകൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. %59 നേടിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ് ആണ് പട്ടികയിൽ രണ്ടാമത്. 2025 ജൂലൈ 4-നും 10-നും ഇടയിലാണ് ഏറ്റവും പുതിയ ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് നടത്തിയത്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരുടെ അഭിപ്രായങ്ങളാണ് സർവേയിൽ രേഖപ്പെടുത്തിയത്. ഭാരതം സുരക്ഷിതമായ കൈകളിലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് സർവേയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ പ്രതികരിച്ചു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ് ഇന്റലിജൻസ് അനലിറ്റിക് കമ്പനിയാണ് മോർണിംഗ് കൺസൾട്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായി സംവദിച്ചതിൽ 4-3 പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏറ്റവും പ്രിയപ്പെട്ട ജനാധിപത്യ നേതാവായി കണക്കാക്കുന്നുവെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു.
പട്ടികയിൽ 45% വോട്ടുകൾ നേടി 8ാം സ്ഥാനത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇറാനിൽ കോടതി സമുച്ചയത്തിന് നേരെ ഭീകരാക്രമണം, 8 പേർ കൊല്ലപ്പെട്ടു. 5 പ്രദേശവാസികളും 3 ഭീകരരുമാണ് കൊല്ലപ്പെട്ടത്. സൈദനിലെ കോടതിയിലാണ് ആക്രമണമുണ്ടായത്. ജഡ്ജിയുടെ ചേംബറിലേക്ക് ഭീകരർ ഇരച്ചുകയറി വെടിയുതിർക്കുകയായിരുന്നു. വെടിവയ്പിൽ 10-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 ഭീകരരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സിസ്റ്റൻ ബെലിജിസ്ഥാൻ പ്രവിശ്യ തലസ്ഥാനമായ സഹ്ദനിലെ കോടതിയിലാണ് ആക്രമണമുണ്ടായത്. ജെയ്ഷ് അൽ അദിൽ എന്ന സുന്നി സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൂടുതൽ അന്വേഷണം അനിവാര്യമാണെന്ന് പോലീസ് അറിയിച്ചു. ജഡ്ജിയുടെ ചേംബറിലേക്ക് ഇരച്ചുകയറിയ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി പ്രദേശമാണ് ആക്രമണം നടന്ന ഇടം. കഴിഞ്ഞ ഒക്ടോബറിലും ഇറാന്റെ ഈ മേഖലയിൽ ആക്രമണത്തിൽ 10 സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചിരുന്നു. മേഖലയിൽ സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.